ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണർ റെസിപ്പി ആയിട്ടാണ്. ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ചാനലിൽ കുറേയധികം പായസത്തിൻ്റെ റെസിപ്പീസ് ഉണ്ട്. സേമിയ പായസം, പഴം പായസം, ചക്ക പായസം, പരിപ്പ് പായസം, ഗോതമ്പ് പായസം ഒക്കെ തന്നെ വളരെയധികം ആൾക്കാർ കണ്ട് നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുള്ള റെസിപ്പികളാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് കടലപ്പരിപ്പ് കൊണ്ടുള്ള പായസമാണ്. കടലപ്പരിപ്പ് പ്രഥമൻ എന്ന് പറയാം. വളരെ ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി, നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം അഥവാ 1/4 കിലോ കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള പരിപ്പാണ്. നമ്മൾ കടലപ്പരിപ്പ് പുലർത്തിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് കടലപ്പരിപ്പ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപ്പ് കാണിച്ചിരുന്നത്. ഇത് നമ്മൾ സാധാരണ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പല്ല, കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള പരിപ്പാണിത്. സാമ്പാറിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പാണ്. പക്ഷെ ചിലർ ഇത് വെച്ചും സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. കടലപ്പരിപ്പ് നമുക്ക് എല്ലാ കടയിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങാൻ കിട്ടും. പായസത്തിന് ആവശ്യമായ ശർക്കരയാണിത്. ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 1/4 കിലോ പരിപ്പിന് 1/2 കിലോ ശർക്കര എന്ന കണക്കിനാണ് എടുത്തിരിക്കുന്നത്. പായസത്തിന് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ളൊരു വലിയ തേങ്ങയാണ്. അപ്പം നിങ്ങൾ ചെറിയ തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ 2 തേങ്ങയുടെ പാലെടുക്കണം. പായസത്തിന് ആവശ്യമായ പരിപ്പ് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചതാണിത്. ഇനി ഈ പരിപ്പിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ മൂടി പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു 4-5 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കുന്നതിന് മുമ്പായിട്ട് ശർക്കര ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉരുക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറേ സമയം പിടിക്കും ശർക്കര ഉരുകി കിട്ടാനായിട്ട്. ഇനി പൊടിച്ചെടുത്ത ശർക്കര നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കരയിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പായസത്തിന് ആവശ്യമായ തേങ്ങാപ്പാലാണിത്. ഞാൻ തേങ്ങ ചുരണ്ടിയതിന് ശേഷം മിക്സിയിലിട്ട് ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് അടിച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത 1 കപ്പ് 1/4 പാലും അതിനുശേഷം വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുത്ത 2/2 പാലുമാണിത്. 2/2 പാൽ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 3.5 കപ്പാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിരിക്കുന്ന അടപ്രഥമൻ പായസത്തിൽ തേങ്ങാപ്പാൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഞാൻ ഈ പായസത്തിലേക്ക് 1/2 കപ്പ് സാഗോ അഥവാ ചവ്വരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചവ്വരി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത സാഗോയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് സമയം കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ 1 മണിക്കൂർ സാഗോ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കടലപ്പരിപ്പ് ഈ കാണുന്ന പോലെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചും കൂടെ എടുക്കണം. കടലപ്പരിപ്പ് കയ്യിൽ വെച്ച് നിന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ആ വിധത്തിൽ വേണം വേവിച്ചെടുക്കാൻ. പരിപ്പ് നല്ലതുപോലെ വേവിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും ശർക്കരയിലൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും പരിപ്പ് കല്ലച്ച പോലെ കിടക്കും. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പരിപ്പൊട്ടും വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശർക്കര പാനിലൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് പരിപ്പ് വേവിച്ച് ഇതുപോലെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കണം. പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞാൽ മാത്രമേ പായസം നല്ല ടേസ്റ്റായിട്ടും കിട്ടുകയുള്ളൂ. ഇപ്പോൾ പരിപ്പ് ഈ കാണുന്ന പോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പരിപ്പ് 2-3 മിനിറ്റ് നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം.
ശർക്കര നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ശർക്കരയിൽ ചിലപ്പോൾ ചെറിയ കല്ലും മണ്ണും എല്ലാം കാണും. ശർക്കര ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി പരിപ്പ് ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് വറ്റി ഒന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ പരിപ്പും ശർക്കരയും കൂടി നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 3.5 കപ്പ് 2-ാം പാലാണ് ചേർത്തിരിക്കുന്നത്. പാൽ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സാഗോയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ സാഗോ ഏകദേശം 1 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി സാഗോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ സാഗോ നന്നായിട്ട് വെന്ത് കിട്ടും. സാഗോ കുക്കായി വരുമ്പോഴത്തേക്കും പായസം ചെറുതായിട്ട് കുറുകിയും കിട്ടും. ഇപ്പോൾ സാഗോ ചേർത്ത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പായസം ചെറുതായിട്ടൊക്കെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ പായസം തിളക്കാൻ അനുവദിക്കരുത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പായസം ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നിയാലും കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വരും. ഇനി നിങ്ങൾക്ക് കൂടുതൽ തിക്കായിട്ട് ആണ് പായസം വേണമെന്നുണ്ടെങ്കിൽ 1-ാം പാൽ ചേർക്കുന്നതിന് മുൻപ് നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം 1-ാം പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് പായസം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പായസത്തിലേക്ക് കശുവണ്ടിയും മുന്തിരിയെല്ലാം വറുത്തിടാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് വറുത്ത് ചേർക്കാം. പക്ഷെ ഞാനിവിടെ കശുവണ്ടിയും കിസ്മിസും മാത്രം ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ട് മൂപ്പിക്കണം. കശുവണ്ടി ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കശുവണ്ടി പെട്ടെന്ന് കരിഞ്ഞു പോകും. കശുവണ്ടി മൂത്തൊന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കശുവണ്ടിയെല്ലാം മൂത്ത് ബ്രൗൺ കളറും കിസ്മിസൊക്കെ നന്നായിട്ട് വീർത്തും വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി വറുത്തെടുത്ത കശുവണ്ടിയും കിസ്മിസും നമുക്ക് പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന പായസം നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അവസാനം നമുക്ക് പായസത്തിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കശുവണ്ടിയും കിസ്മിസൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ കടലപ്പരിപ്പ് പ്രഥമൻ അഥവാ കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്